അപ്പോൾ അങ്ങനെയുള്ള ആ കൂടിച്ചേരലുകൾ നമ്മുടെ ഉള്ളിലെ വിനയത്തെയും അല്ലേ, നമ്മുടെ സത്യസന്ധത, ദയ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനെ നമ്മളെന്ത് ചെയ്യണം അല്ലേ, അത് നമ്മുടെ മുഖംമൂടിയാക്കാതെ അത് മുഖമുദ്രയാക്കി മാറ്റണം അല്ലെ. നമ്മുടെ സ്നേഹവും ഈ വിനയവും ഒക്കെ, ആത്മാർത്ഥതയും അഭിമാനവും ഒക്കെ എവിടെ വേണം? അധരങ്ങളിൽ പാടില്ല എന്ന് പറയും. അത് ഹൃദയത്തിലാണ് വേണ്ടത് അല്ലെ. അധരങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് അല്ല, നമ്മൾ പഞ്ചഭൂതം പഠിച്ച അധരം അല്ല, നമ്മുടെ ലിപ്പ് എന്താണ്? വയറാണ്. വയറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത് അല്ലെ. പലരും അത് ഉപയോഗിക്കുന്ന അധരങ്ങൾ അവനവൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ആ ഹൃദയത്തിൽ ഉണ്ടാവുമ്പം അത് നമ്മുടെ പ്രാണനോട് ചേർന്ന് നിൽക്കും. അതുകൊണ്ട് നമുക്കത് എന്നും ഹൃദയത്തിൻ്റെ താളം പോലെ തന്നെ ഇത്തരം നല്ല വിചാരങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിലേറ്റി അധരത്തിലില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കണം നമുക്ക് നമ്മുടെ ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിൽ അല്ലെ. നമുക്കറിയാം നമ്മുടെ ഈ വിനയും സത്യസന്ധതയൊക്കെ നമ്മുടെ കൂടപ്പിറപ്പായി നമ്മുടെ ഹൃദയ താളത്തിനൊപ്പം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് മാതൃകകളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ജീവിതം കൊണ്ട് മാതൃകകളായി മാറുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള മാതൃകകളായി ജനനന്മക്ക് അല്ലെ, ജനങ്ങൾക്ക് നന്മകൾ മാത്രം നൽകുന്ന നല്ല മാതൃകകളായി നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ നന്മ ജനസമൂഹത്തിന് നൽകാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും അതുപോലെ തന്നെ ആശംസകളും അറിയിക്കുന്നു. നന്ദി.